ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്ന് വിഷു ആണ്. ഹാപ്പി വിഷു എല്ലാവർക്കും. അപ്പോൾ ഇന്ന് നമ്മളൊരു പ്രോഡക്റ്റാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മുടെ KTM RC ബൈക്കുകളൊക്കെ ഉള്ളവർക്ക് ഇത് ശരിക്കും ഉപയോഗപ്രദമാണെന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് പഴയ മോഡലുകൾ BS3 BS4 മോഡലുകളിലൊക്കെ സീറ്റിന് ഒക്കെ നമ്മളൊരു ലോങ് ടൈം റണ്ണിങ്ങിൽ ഭയങ്കരമായിട്ടുള്ള പെയിനാണ് സീറ്റിൽ നിന്ന് നമുക്കിരിക്കുമ്പോൾ അനുഭവപ്പെടുന്നത്. അപ്പോൾ ലോങ് ടൈം ഒരു 50+ കിലോമീറ്ററിൽ മിക്ക ബൈക്കുകളും, പ്രത്യേകിച്ച് BS3 ബൈക്കുകളിൽ യൂസ് ചെയ്യുന്നവർക്ക് സസ്പെൻഷൻ കുറച്ച് ഹാർഡായിരിക്കും. അപ്പോൾ അത് നമുക്ക് ഒരു റൈഡ് കംഫർട്ട് ഭയങ്കരമായിട്ട് കുറയ്ക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. നമ്മുടെ ഒരു ഗട്ടറുള്ള റോഡുകളിലൊക്കെ ഓൾമോസ്റ്റ് 50 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് നമുക്കത് ഫീൽ ചെയ്ത് തുടങ്ങത്തുള്ളൂ. അപ്പം അത് റൈഡറിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മിക്കപ്പോഴും ഈ BS3 വണ്ടികൾ ഞാൻ പറഞ്ഞല്ലോ 2015-16 വരെയുള്ള വണ്ടികളിലൊക്കെ സസ്പെൻഷനൊക്കെ ഇപ്പം ഒരു 10 വർഷത്തോളം ആകുന്ന വണ്ടികളാണ്. സസ്പെൻഷനൊക്കെ മിക്കപ്പോഴും കുറച്ച് അല്ലറി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാഹചര്യമുണ്ട്. സോ അപ്പോൾ അതൊരു ഞാൻ പറഞ്ഞല്ലോ ലോങ് റൈഡിലാണ് നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യുന്നത്. എനിക്ക് കുറേ നാളായിട്ട് അതിനെക്കുറിച്ചുള്ള അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വണ്ടിയിലുണ്ടായിരുന്നു. കാര്യം എൻ്റെ BS3 വണ്ടിയാണ്, 2015 ലാസ്റ്റ് വണ്ടിയാണ്. അപ്പോൾ എനിക്ക് ബൈക്ക് യൂസ് ചെയ്യുമ്പോൾ ഈ അടുത്തിടയ്ക്ക് ഞാനൊരു 120+1 സൈഡ് ഓടി. എനിക്ക് അന്നാണ് ശരിക്കും മനസ്സിലായത്. ഞാൻ കാര്യം ഇത് നോർമൽ കേസിൽ 80 കിലോമീറ്ററൊക്കെ, ഒരു 85 കിലോമീറ്ററൊക്കെ ഡെയിലി അപ്പ് ആൻഡ് ഡൗൺ ഓടിക്കാറുണ്ട്. അന്നേരം ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ അത് ഞാൻ വലിയ കാര്യമൊന്നും ആക്കിയില്ല. പക്ഷേ എനിക്ക് ഈ ഒരു കുറച്ച് ലോങ് റൈഡ് ചെയ്തപ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലായത്. അപ്പോൾ സീറ്റ് ഞാൻ ഓൾറെഡി ഇതിനു മുന്നേ 2015 BS3 മോഡലിൻ്റെ സീറ്റിൽ നിന്ന് BS4 മോഡലിൻ്റെ സീറ്റിലേക്ക് മാറ്റിയായിരുന്നു. BS4 മോഡലിൻ്റെ സീറ്റ് എന്ന് വെച്ചാൽ കുറച്ചുകൂടെ കുഷനിങ് ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് BS4 മോഡലിൻ്റെ സീറ്റ്. ഇതിന് BS3 മോഡലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കുഷനിങ് ഉണ്ട്. പക്ഷേ എന്താ പറയുന്നത്, ഈ കുറേ നാളുകളുടെ യൂസ് കൊണ്ടൊക്കെ ഇത് കുറച്ച് ഹാർഡായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമുക്കൊരു ഇനഫായിട്ടുള്ള ഒരു കുഷനിങ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. കാര്യം പുതിയ RCയിലാണെങ്കിലും ഡ്യൂക്കിലാണെങ്കിലും അത്യാവശ്യം നല്ല കംഫർട്ടൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു സീറ്റാണ്. അത്യാവശ്യം നല്ല കുഷനിങ് ഫീൽ ചെയ്യുന്നുണ്ട്, സപ്പോർട്ടും ഉണ്ട്. പക്ഷേ ഈ ഒരു സീറ്റിൽ യാതൊരു തരത്തിലുള്ള സപ്പോർട്ടോ കാര്യങ്ങളൊന്നുമില്ല. ഒരു 50 കിലോമീറ്റർ താഴെ തന്നെ നമുക്ക് പെയിൻ എടുത്ത് തുടങ്ങും. പോകുന്നവർക്കും ഒരു സീറ്റിംഗ് പോസ്റ്റർ ഇഷ്യൂസൊക്കെ ഉള്ളവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കാര്യം എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ റിലീഫ് കിട്ടാൻ സാധ്യതയുണ്ട്. സസ്പെൻഷൻ ഇഷ്യൂ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും സസ്പെൻഷൻ്റെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യുക. കാര്യം എനിക്കിത് ഒന്ന് സസ്പെൻഷൻ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു ടൈമായിട്ടുള്ളതായിട്ട് തോന്നുന്നുണ്ട് ബൈക്കിൻ്റെ. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് അതിന് ചെറിയ തരത്തിലെങ്കിലും ഒരു റിലീഫ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു സീറ്റിലേക്ക് വന്നത്. സോ ഇത് ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ അഡീഷണലായിട്ട് ആഡ് ഓൺ ചെയ്യുന്ന ഒരു തരത്തിലുള്ളൊരു സീറ്റാണ്. ഇത് ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. ഞാൻ എൻ്റെ ലിങ്ക് വീഡിയോയിൽ കൊടുത്തേക്കാം. ഇതൊക്കെ ഞാൻ ഓൾറെഡി പൊട്ടിച്ച് വെച്ചിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു, ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം എടുത്തൊരു വീഡിയോ ആണിത്. അപ്പോൾ ഇതാണ് സംഭവം. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും വീഡിയോയിൽ, അല്ലെങ്കിൽ പല യൂട്യൂബ് റിവ്യൂകളിലൊക്കെ ഇത് കണ്ടിട്ടുണ്ടായിരിക്കും. സംഭവം എന്ന് വെച്ചാൽ ഇതൊരു ജെൽ സീറ്റാണ്. സംഭവം ഇതാണ്. ഗ്രാൻഡ് പിസ്റ്റോപ്പ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെയാണ് അവരുടെ ഒരു ജെൽ സീറ്റ്. അതിൻ്റെ അവരുടെ ഒരു ബ്രോഷർ പോലൊക്കെ കൊടുത്തിട്ടുണ്ട്. ക്വാളിറ്റി ഇൻസ്പെക്ഷൻ പാസ് എന്നൊക്കെ പറഞ്ഞ് ചെക്ക് ചെയ്തതിൻ്റെ ഒരു ബ്രോഷറും അത്യാവശ്യം കുഴപ്പമില്ലാതെ പാക്കിങ്ങോടൊക്കെയാണ് വരുന്നത്. ഇതിപ്പോൾ അവർ പറഞ്ഞ യൂണിവേഴ്സൽ ഫിറ്റ് ആയിട്ടുള്ള ഒരു സീറ്റാണ്. ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളിലും ഇത് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. നോർമൽ റോയൽ എൻഫീൽഡ് അല്ലെങ്കിൽ KTM ബൈക്കുകൾ, യമഹ ബൈക്കുകൾ, അങ്ങനെയുള്ള മിക്ക വണ്ടികളിലും ഇത് ഫിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ അവന്മാർ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇതാണ് സംഭവം. ഏകദേശം ഒരു 3/4 കിലോളം വെയിറ്റ് ആഡ് ചെയ്യും. അതൊരു നെഗറ്റീവ് സൈഡായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ സീറ്റ് ഓൾട്ടർ ചെയ്ത് അല്ലെങ്കിൽ വലിയ തടിപ്പുള്ള സീറ്റൊക്കെ ഫിക്സ് ചെയ്ത് വണ്ടിയുടെ ഒരു ഭംഗി കളയുന്നതിന് മുമ്പ്, ഇപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഫിക്സ് ചെയ്യാൻ, വേണ്ടത്തപ്പോൾ ഊരി മാറ്റാൻ, ഫോട്ടോസൊക്കെ എടുക്കുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ ഒരു ഗുണമാണ് ഈ ഒരു സീറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ ഉള്ള. വെയിറ്റ് ഉണ്ട്, വെയിറ്റ് എക്സ്ട്രാ ആയിട്ട് നമ്മളൊരു 3/4 കിലോളം ആഡ് ചെയ്യാണ്. അതൊരു നെഗറ്റീവ് സൈഡ് തന്നെയാണ്. പക്ഷേ എന്നാലും ബാക്കി എന്താ പറയുക, ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആവശ്യം കഴിഞ്ഞതിന് ശേഷം നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റാം. അങ്ങനെ ഗുണമുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. ഒരു ബേസിക്കലി ഒരു ജെൽ സീറ്റാണ്. ഇതിപ്പോൾ നമ്മൾ ഇരുന്നാലും ആ ഒരു പൊസിഷൻ എന്താ പറയുന്നത്, ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോഴത്തേക്കൊക്കെ തിരിച്ച്
നോർമൽ ഒരു കണ്ടീഷനിലേക്ക് വരും ഇത്. സോ ഇത് 2 അഡീഷണൽ സ്ട്രാപ്പിലാണ് നമുക്കിപ്പോൾ വണ്ടിയിൽ ഫിക്സ് ചെയ്യാൻ പറ്റുന്നത്. സോ അതുകൊണ്ട് മോസ്റ്റ്ലി എല്ലാ ബൈക്കുകളിലും ഇത് ഫിക്സ് ആകും. പിന്നെ ഈ ഒരു പോർഷൻ നമ്മൾ ഇരിക്കുന്ന 2 പോർഷൻ വരുന്നിടത്താണ് ഈ ഒരു ഹണികോം ടൈപ്പ് മെറ്റീരിയൽ കൊടുത്തിരിക്കുന്നത്. സോ ഇത് അത്യാവശ്യം നല്ല വെൻറ്റിലേഷനും ഉണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് ഹീറ്റും മറ്റ് പ്രശ്നങ്ങളായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഓൾറെഡി ഇത് വെച്ച് റൈഡ് ചെയ്തു. ഇതുവരെ ഉണ്ടായിരുന്ന സ്റ്റോക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ഈ അപ്ഡേറ്റ് ചെയ്ത സീറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് എനിക്ക് മാറ്റം തോന്നുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു എന്താ പറയുക, ഗ്രിപ്പും അതുപോലെ തന്നെ റൈഡിങ് കംഫർട്ടും എനിക്ക് ഈ ഒരു സീറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സൈസ് സ്പെസിഫിക്കേഷൻ വന്നിട്ട് ഇതിൻ്റെ ഒരു ടോട്ടൽ ലെങ്ത്ത് 40 സെൻറ്റിമീറ്ററാണ് വരുന്നത്. അതുപോലെ തിക്നെസ് വന്നിട്ട് 3 സെൻറ്റിമീറ്ററാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ വന്നിട്ട് ഇതിൻ്റെ ഒരു വൈഡ് ഫീൽ വന്നിട്ട് 36.5 സെൻറ്റിമീറ്ററാണ്. അത്യാവശ്യം ഒരു തടിയുള്ള ഒരാൾക്കും അല്ലെങ്കിൽ ഈസി ആയിട്ട് ഇരുന്ന് പോകാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ. പിന്നെ ഇതിന് വലിയൊരു ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു റൈഡർ ഹൈറ്റ് ഇഷ്യൂ ഒന്നും പെട്ടെന്ന് ഫീൽ ചെയ്യത്തില്ല. എന്നാലും ചെറിയൊരു തരത്തിലൊരു റൈഡ് ഹൈറ്റ് കൂടുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതെപ്പോഴാണ് തോന്നുന്നതെന്ന് വെച്ചാൽ നമ്മൾ പ്രത്യേകിച്ച് RCയിലൊക്കെ മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പരിധി വിട്ടിട്ട് മുകളിലോട്ടോ താഴോട്ടൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നോർമൽ കേസിൽ നമുക്ക് നോർമൽ സീറ്റിൽ അതൊരു പ്രശ്നമില്ലാതിരിക്കുമ്പോൾ ഇത് ഫിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരു വിസിബിലിറ്റി ഇഷ്യൂ നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ വളരെ മൈനറായിട്ട് നമ്മൾ ബൈക്കിൽ നിന്ന് കുറച്ചുകൂടെ പൊക്കത്തിലേക്കാവും. സോ അത് നമുക്ക് കുറച്ചൊരു ഹൈറ്റുള്ള ഒരാൾക്കാണെങ്കിൽ ചെറിയ തരത്തിലുള്ളൊരു ഡിമെറിറ്റായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ അതൊരു വലിയൊരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ കൂടുതലായിട്ട് ഡീപ്പായിട്ട് അതിലേക്ക് ഇറങ്ങി ചിന്തിച്ചാൽ മാത്രമേ അങ്ങനെ ഒരു പ്രശ്നമായിട്ടൊക്കെ ഫീൽ ചെയ്തുള്ളൂ. അല്ലാതെ യാതൊരു പ്രശ്നവുമില്ല. നമുക്കിതൊന്ന് ബൈക്കിൽ ഫിക്സ് ചെയ്ത് നോക്കാം. RCയിലാണ് ഫിക്സ് ചെയ്യുന്നത്. സീറ്റ് കഴിക്കാൻ വേണ്ടി സിമ്പിളാണ്. ദയവിടെ വെച്ചെടുത്താൽ മതി. ഇവിടെയാണ് ഇതിൻ്റെ ഒരു കീ ഇൻസേർട്ട് വരുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത് നോക്കിയാൽ ഇതിപ്പം ഒന്നുകിൽ നമുക്ക് ഈ ഒരു ബക്കിൾ ഇവിടുന്ന് റിമൂവ് ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് ഒരു ഇലാസ്റ്റിക് ഫീൽ ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഇത് അകത്തൂടെ കയറ്റിയിട്ടാലും മതി. വലിയ പ്രശ്നമൊന്നുമില്ല. ഈസി ആയിട്ട് അതിനകത്തൂടെ പൊക്കോളും. സത്യം പറഞ്ഞാൽ RCയുടെ സീറ്റ് ചെറുതായിരിക്കുന്നതുകൊണ്ട് ഈ ഒരു സീറ്റ് വലുതായിരിക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. കാര്യം ഇതിൻ്റെ സീറ്റിനേക്കാളും വലിപ്പം കൂടുതലുണ്ട്. അതുകൊണ്ട് ഈ ഒരു ലാസ്റ്റിൽ വരുന്ന ഈ ഒരു ബെൽറ്റ് ഫിക്സ് ആകാൻ ഇച്ചിരി ലൂസായിട്ട് കിടക്കും. പക്ഷേ അതൊരു വലിയ പ്രശ്നമൊന്നുമല്ല. നമുക്കിത് ഫിക്സ് ചെയ്തതിന് ശേഷം വലിയ പ്രശ്നമൊന്നുമില്ല. ഇത് ഫിക്സ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ലോക്ക് വന്നിട്ട് നമുക്ക് ഇതിൻ്റെ താഴത്തെ ലോക്കിലേക്കാണ് ഫിക്സ് ആകുന്നത്. അതിൻ്റെ ഇടയ്ക്കോട്ട് ഈ ഒരു ബെൽറ്റ് പോകാതിരിക്കുക. ബെൽറ്റ് പോയാൽ സീറ്റ് ലോക്ക് ആകില്ല. അപ്പോൾ അത് ഫിക്സ് ചെയ്യുന്ന സമയത്ത് അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. ഞാനിത് 2-3 തവണ ശ്രദ്ധിക്കാതെ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ബെൽറ്റിന് കുറച്ച് ഡാമേജ് വന്നിട്ടുണ്ട്. ഇത് വെച്ചു ഫിക്സ് ചെയ്തു. ഇത്രയുള്ള സംഭവം. കറക്റ്റ് ലോക്കായി. ലോക്കായിട്ടുണ്ടോ എന്ന് മേലോട്ടൊന്ന് വലിച്ചു നോക്കുക. ലോക്കായിട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഓടിക്കുന്ന സമയത്ത് സീറ്റ് ഇതിന് വിട്ടുപോകാനുള്ള സാഹചര്യമുണ്ട്. അത് പ്രത്യേകം നോക്കിയിട്ട് മാത്രം റൈഡ് ചെയ്യുക. ഇത് സംഭവമൊക്കെ പെർഫെക്റ്റായിട്ട് ഫിറ്റ് ആയിട്ടുണ്ട്. പിന്നെ കാഴ്ചയിലിച്ചിട്ട് തടിപ്പം കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും. പക്ഷേ അത് ഞാൻ പറഞ്ഞല്ലോ, റൈഡ് ചെയ്യേണ്ടാത്ത സമയം നമുക്ക് ഈ സീറ്റ് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം. അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നം ലുക്കിൻ്റെ കാര്യത്തിൽ പ്രശ്നമൊന്നും വരത്തില്ല. കാര്യം നമ്മളിത് ഇരിക്കുന്ന സമയത്ത് നമുക്കത് പുറത്തേക്കൊന്നും എടുത്ത് കാണത്തില്ല. അപ്പോൾ ഞാനിത് ഇരുന്നൊന്ന് കാണിക്കാം. ഇപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഹൈറ്റ് എത്ര വ്യത്യാസം വന്നിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ എനിക്ക് ഈസി ആയിട്ട് ചപ്പൽ വെച്ചിട്ട് തന്നെ ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല വലിയ ഹൈറ്റ് ഇഷ്യൂ ഒന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. നമുക്ക് തീർത്തും ഹൈറ്റ് കുറവാണെങ്കിൽ മാത്രമേ ചിലപ്പോൾ അതൊരു ഇഷ്യൂ ആയിട്ട് തോന്നത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ ഹൈറ്റ് ഡിഫറൻസ് ഒന്നും നമുക്ക് ഈ ഒരു സീറ്റ് ഫിക്സ് ചെയ്തതിന് ശേഷം തോന്നുമെന്ന്. മോസ്റ്റ് അപ്പ് ആൻഡ് ഡൗൺ ഒരു 80+ കിലോമീറ്റർ ഈ ഒരു സീറ്റ് വെച്ചിട്ട് ഓടിച്ചൊക്കെ നോക്കിയിട്ടുണ്ട്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, സസ്പെൻഷൻ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് സീറ്റ് വെച്ചാലും പൂർണ്ണമായിട്ട് ആ ഒരു പ്രശ്നങ്ങളൊന്നും മാറത്തില്ല. കാര്യം നമുക്ക് ഫസ്റ്റ് സസ്പെൻഷനിൽ നിന്നാണ് നമുക്കൊരു ഫീഡ്ബാക്ക് കിട്ടുന്നത്. പെയിനായിട്ടാണെങ്കിലും കംഫർട്ടായിട്ടാണെങ്കിലും അതിൻ്റെ ഒരു റോൾ ഫീലൊക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പം മെയിൻലി നമുക്ക് സസ്പെൻഷൻ ഇഷ്യൂ ഉണ്ടെങ്കിൽ സസ്പെൻഷൻ മസ്റ്റായിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് ഇഷ്യൂസ് ക്ലിയർ ചെയ്യണം.
നമുക്ക് സീറ്റിൽ നിന്നുള്ള ഒരു ഇഷ്യൂ ക്ലിയർ ചെയ്യാൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സീറ്റ് ഹെൽപ്പ് ചെയ്യും. ലോങ് റൈഡൊക്കെ ചെയ്യുന്ന സമയത്ത് എന്താണെങ്കിലും ഇത് ശരിക്കും എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ കംഫർട്ട് ഫീൽ ചെയ്യും പഴയ ടൈപ്പ് RC ഡ്യൂക്ക് ബൈക്കുകളിലൊക്കെ. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ R15 ആണെങ്കിലും MT-യിലൊക്കെ ആണെങ്കിലും വളരെ നാരോ സീറ്റുകളാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അപ്പം ഇങ്ങനെയുള്ളൊരു ഓപ്ഷൻ നമുക്ക് റിമൂവബിൾ ആയിട്ടുള്ളൊരു ഓപ്ഷൻ നമുക്ക് എപ്പോഴും നല്ലതാണ്. കാര്യം ഫോട്ടോസൊക്കെ എടുക്കുന്ന സമയത്ത് ബൈക്കിൻ്റെ ഭംഗി പ്രശ്നങ്ങളൊന്നും വരാതെ ഈസി ആയിട്ട് റിമൂവ് ചെയ്ത് മാറ്റാൻ പറ്റും ഈ ഒരു സീറ്റ്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം ഇത് യൂസും ചെയ്ത് നോക്കി. എൻ്റെ ഫീഡ്ബാക്ക് എന്ന് വെച്ചാൽ വലിയ കുഴപ്പമില്ല, അത്യാവശ്യം കംഫർട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ജെൽ സീറ്റാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ആണെങ്കിലും അത്ര വലിയ പ്രൈസ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഓൾമോസ്റ്റ് 1500 1600 ഉള്ളിൽ എന്തോ ആയിരുന്നു. എനിക്ക് കൃത്യമായിട്ടുള്ള പ്രൈസ് ഓർമ്മ കിട്ടുന്നില്ല. ഞാൻ ആ ഒരു പ്രോഡക്റ്റ് ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്തേക്കാം. അപ്പോൾ ഇത് ആമസോണിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. എനിക്ക് തോന്നുന്നു ലോക്കൽ ഷോപ്പുകളിലും പലയിടത്തും ഇത് ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. സോ ഇത് കോമൺ ആയിട്ട് ആൾക്കാർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. അതുകൊണ്ട് ലോങ് റൈഡൊക്കെ ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ RC-യിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഉറപ്പായിട്ടും യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളുള്ളായിരുന്നു ഈ വീഡിയോയിൽ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വേഗം വീണ്ടും കാണാം. അതുവരെ സീ യു, ടേക്ക് കെയർ, ബൈ ബൈ.